സമീപത്തു നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി രാമൻ സീതയോട് പറഞ്ഞു, വൈദേഹി, നീ കണ്ടില്ലേ ആഞ്ജനേയനെ? നീ കണ്ടില്ലേ? നിന്നിലും എന്നിലും എല്ലാ നേരവുമുള്ള ഇവന്, ഭക്തനായ ഇവന്, ഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നുകൊണ്ടും അറിയില്ലാത്ത എന്റെ തത്വത്തെ 4 തവണ നാം രാമായണത്തിൽ ഇത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശബരി രാമനെ കാത്തിരിക്കുമ്പോൾ ശബരിയോട് രാമൻ പറയുന്നുണ്ട്, ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടും ഇതറിയില്ല. രാമായണം രാമനെ അറിയാൻ വഴി ഭക്തിയാണെന്ന് വളരെ സ്പഷ്ടമായി പലവരും വിളിച്ചോതുന്നു. ഭാഗ്യവാന് പോലും സംരംഭയോഗപൂർവകവും സപ്രേമപൂർവകവുമായ ഭക്തി കൊണ്ടല്ലാതെ രാമനെ അറിയില്ലെന്ന് രാവണനും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ കൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി. രാമായണം വായിച്ച് എന്നെയും നിങ്ങളെയും കാൾ ഭക്തനായ രാവണന്റെ കോലമുണ്ടാക്കി രാമഭക്തനെ കത്തിക്കുന്നവരാണ് നമ്മൾ. രാമായണം വിശുദ്ധ ഭക്തിയുടെ സാന്ദ്ര സമ്മേളനം രാവണമോക്ഷത്തിൽ അവതരിപ്പിക്കുമ്പോൾ രാമായണ കാവ്യത്തിന്റെ ഈടുവയ്പ്പുകളിലൂടെ നാം സഞ്ചരിക്കുന്നത് എത്രയോ അകലങ്ങളിലാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ടും ഒരു നാളും തന്നെ അറിയില്ലെന്ന് രാമൻ ആഞ്ജനേയ വൃത്താന്തത്തിലും ശബരി വൃത്താന്തത്തിലും ജടായു വൃത്താന്തത്തിലും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാവണനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സീതയോടുള്ള ഉപദേശത്തിൽ ആ രാമൻ സീതയോട് രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമാഭിഷേകവും കഴിഞ്ഞ് ഇരിക്കുന്ന വേളയിൽ സീതയോട് പറഞ്ഞു, ജനകാത്മജേ, വൈദേഹി, നീ ഇവന് എന്റെ തത്വത്തെ ഉപദേശിക്കണം. വൈദേഹി രാമായണ കഥ മുഴുവൻ ആഞ്ജനേയനെ പറഞ്ഞു കേൾപ്പിച്ചു. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് ദേവൻ വന്നു പിറന്നതു മുതൽ രാവണവധം വരെയുള്ള കഥ അല്പം പോലും വിടാതെ ദേവി ആഞ്ജനേയന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആഞ്ജനേയ, ഇല്ല, ഈ രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല. രാമായണം വായിക്കുന്നതിന് മുമ്പ് ഇത് വളരെ നന്നായി ശ്രദ്ധിച്ചിട്ടേ വായിക്കാവൂ. രാമായണ കഥ മുഴുവൻ പഠിപ്പിച്ചിട്ട് സീത ആഞ്ജനേയനോട് പറഞ്ഞു, ഇല്ല ആഞ്ജനേയ, ഇല്ല, ഈ രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല, സത്താമാത്രനിവൻ. ഇനി ഞാൻ എന്റെ തത്വം പറയാം. ഞാൻ മൂലപ്രകൃതിയായതോ വിദ്വാൻമാർ അവിദ്യയെന്നും ചിലർ സംസ്കൃതിയെന്നും എന്നെ പറയും. തൻ സാന്നിധ്യം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. പ്രകൃതിയും പൂരുഷ
പുരുഷനുമെന്ന നിലയിൽ ആ പുരുഷ സാന്നിധ്യം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഇതാണ് രാമൻ. ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ കൊണ്ട് ഈശ്വരകാരുണ്യത്താൽ ആചാര്യവരണം കൊണ്ട് തത്വമസ്യാദി മഹാവാക്യാർത്ഥജ്ഞാനത്താൽ മാത്രമേ ഇവനെ അറിയൂ. തത്പദത്തിന്റെയും തൊമ്പസ്പദത്തിന്റെയും അസിപദത്തിന്റെയും ലക്ഷണാർത്ഥങ്ങൾ അറിഞ്ഞ് ഗുരുകാരുണ്യം നേടി ഈശ്വരോപാസനം വഴി ഭക്തിയുള്ളവന് ഈ രാമനെ അറിയാം. ഇല്ലാത്തവൻ അറിയില്ല രാമനെ. ഇതാണ് ദേവി ആഞ്ജനേയനോട് പറഞ്ഞത്. വിഷയമാഹാത്മ്യവും മഹാവാക്യ ശ്രവണമാഹാത്മ്യവും ഭക്തനാണ് അധികാരി എന്നുള്ള ദേവിയുടെ വചനവും ജീവാത്മപരയോരൈക്യമാണ് അതിന്റെ രീതിവിധാനമെന്നുള്ള നിലയിൽ സംബന്ധവും മുക്തിയാണതിന്റെ പ്രയോജനവുമെന്ന് അറിഞ്ഞ ആഞ്ജനേയന്റെ മുഖത്ത് സ്ഫുരിച്ച ആത്മവർച്ചസ് കണ്ട് രാമൻ ആഞ്ജനേയന് ശ്രീരാമഹൃദയം ഉപദേശിച്ചു. പാർവതിയോട് പരമേശ്വരൻ ഈ കഥ പറയുകയും രാമഹൃദയ മാഹാത്മ്യം ഉപദേശിക്കുകയും ചെയ്തപ്പോൾ വിസ്തരിച്ചു കേൾക്കണമെന്ന് പാർവതിക്ക് ആഗ്രഹം. അങ്ങനെ ഉപദേശിക്കുന്നതാണ് രാമായണം. അതുകൊണ്ട് രാമായണം യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് തത്വമസിയുടെയും ശ്രീരാമഹൃദയ മന്ത്രത്തിന്റെയും വെളിച്ചത്തിലാണ്. അതിന് 2-3 ദിവസത്തെ പഠനമൊന്നും പര്യാപ്തമല്ല, പോരാ. രാമായണത്തിന്റെ പൂർവപക്ഷങ്ങളിൽ ഭാരതീയ സാഹിത്യത്തിനൊരു പ്രത്യേകതയുണ്ട്, ഭാരതീയ ദർശനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, വേദാംഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ പൂർവപക്ഷങ്ങളിൽ തന്നെ മാനവചേതനയെ ഉണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ. അതിനാണ് ഇത്തരം സന്ദർഭങ്ങൾ മതിയാവുക. ആരെങ്കിലും ആത്മോത്കർഷത്തിന് ആഗ്രഹിക്കുന്ന വിരാഗികളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അതവർക്ക് ധാരാളം മതിയാകുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു തുടക്കത്തിന് അത് ഗൂഢവിദ്യയാണ്. അത് അതിന്റെ പാരസ്പര്യങ്ങളിലൂടെ പഠിച്ചെടുക്കേണ്ടതാണ്. അത് പുസ്തകപ്രത്യാധീതമല്ല. അതിനൊരു പൊതുവായ സദസ്സ് പ്രായോഗികവുമല്ല. കാരണം അതിന്റെ പ്രമേയത്തിലും അതിന്റെ പ്രമാണത്തിലും
ഗുണനിഷ്ഠങ്ങളായ ശങ്കകളുണ്ടാവുക സ്വാഭാവികമാണ്. സത്വത്തിന്റെയും രജസിന്റെയും തമസിന്റെയും ഗുണങ്ങൾ പല അനുപാതത്തിൽ സംയോജിച്ചിരിക്കുന്ന ജീവന്മാരെ ഒരുമിച്ചിരുത്തി ശങ്കാകുലമായൊരു സാമ്രാജ്യത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കുമെന്നതിനാൽ ക്ലിഷ്ടമായ പരീക്ഷണത്തിന് ഞാൻ മുതിരുന്നുമില്ല. പലവട്ടം രാമായണങ്ങൾ കേട്ട നിലയ്ക്ക് ഇങ്ങനെ ഒന്നുണ്ട് എന്ന് ഒരിക്കലെങ്കിലും എത്തി നോക്കിയില്ലെങ്കിൽ മോശമാകുന്നത് കൊണ്ട് ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു. അതിന് നമ്മുടെ ഈ വേഷവും ഭാവവും ഒന്നും പോരാ. അതതിന്റെ സമ്പ്രദായങ്ങളിൽ നിന്ന് ശൈവ ആഗമതന്ത്രങ്ങളുടെ അനവദ്യസുന്ദരങ്ങളായ ലോകങ്ങളിൽ നിന്ന് ആത്മവിഭൂതിയെ പേറാൻ ആഗ്രഹിക്കുന്ന മാനവചേതന അനുനയിച്ചു പഠിക്കേണ്ടതാണ്. അത് ഭാരതത്തിന് അന്യമാവുകയാണ്. അന്യമാവുന്നു എന്ന് ഞാൻ പറഞ്ഞത് വിദേശികളെക്കാൾ ദേശീയർ നൂറ്റാണ്ടുകളായി ഇഷ്ടപ്പെടാത്തൊരു സംസ്കൃതിയുണ്ട്. ഭാരതത്തിന്റെ സനാതന ഭാരതി അവന് നൽകുന്ന സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്കും അനിച്ഛയിലേക്കും അവനെ വികസിപ്പിക്കുന്ന ശൈവാഗമാധിഷ്ഠിതമായ അനന്താനന്ദം. സ്വാതന്ത്ര്യാനന്തര ഭാരതം ആദ്യമായി നശിപ്പിച്ചത് കാശ്മീരി ശൈവാഗമങ്ങളെയാണ്. രാമക്ഷേത്രത്തിന് ശിലയുമായി നിങ്ങൾ പോകുമ്പോഴും ശൈവസമ്പ്രദായത്തിന്റെ ത്യാഗഭൂവിലേക്ക് മാനവനെ സാധനാപൂർവം വളർത്തിയെടുക്കുന്ന ശൈവക്ഷേത്രങ്ങൾ ജലാധിവാസത്തിന് വിടുന്ന കാലമാണ്. തെളിച്ച് പറയേണ്ടതെന്ന് ഇരിക്കുന്നു. അപ്പോൾ പറയാം, മനസ്സിലായില്ല, പിടിയിട്ടില്ല, ചരിത്രം പിടിയിട്ടില്ല. നിങ്ങൾ ഭാരതീയർ, ഹിന്ദുക്കൾ, ഭാരതത്തിന്റെ പ്രതീകമായ ശിവൻ കൈലാസാചലത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന ആദിപിതാവ് ഭിക്ഷായാനവുമായി ഭിക്ഷയെടുക്കുന്നവനാണ്. ഈ പ്രതീകവും ഈ സംസ്കാരവുമാണ് ഭാരതത്തെ ഭൗതികമായി പുറകോട്ടടിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ് ആധുനിക ഹിന്ദുക്കൾ. സാമ്പ്രദായിക സന്യാസത്തിന്റെ രജതഭൂവിൽ ഭൈക്ഷ്യമാണ് സന്യാസിക്ക് വിധിച്ചതെങ്കിൽ ആ സമ്പ്രദായങ്ങൾ ഇന്ന് നാമമാത്രമാവുകയോ മൺമറയുകയോ ആണ്. ശിവശിഷ്ടത്തിന് അലങ്കാരമായി ഒഴുകുന്ന ഗംഗയും ഗോദാവരിയും നർമ്മദയും അവന്റെ പരിക്രമഭൂമികളാകുന്നുവെങ്കിൽ ഹൈന്ദവ സംസ്കൃതിയുടെ ആധുനിക അപ്പസ്തോലന്മാർ അവയെ ചിറകെട്ടി നിർത്തി പരിക്രമണത്തെ അവസാനിപ്പിക്കുകയും തീരങ്ങളിലെ ശൈവ തന്ത്രങ്ങളും ശൈവാഗമങ്ങളും ജലാധിവാസത്തിന് വിടുകയുമാണ്. ഭാരതത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ വ്യാവസായിക പുരോഗതിയുടെയും പരീക്ഷണങ്ങളുടെയും
തനത് രേഖകളിൽ ചേർത്തുവെച്ച് ആധ്യാത്മികതയുടെ രംഗഭൂമിയിൽ ഭാരതം വളർത്തിയെടുത്ത ത്യാഗവും പാരസ്പര്യവും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇത്തരമൊരവസ്ഥിതിയിലാണ് നിങ്ങൾ ശിവനുപദേശിച്ച രാമായണത്തിന്റെ ആധ്യാത്മിക തലങ്ങളെ പഠിക്കാനൊരുങ്ങുന്നതെങ്കിൽ ഭിന്ന വിചാരങ്ങളും ഭിന്ന വികാരങ്ങളും ഭിന്ന ലക്ഷ്യങ്ങളും അവയെല്ലാം തന്നെ ഭൗതിക സമ്പത്തിന്റെ പേരിൽ ഒഴുക്കുകൂട്ടിയവയുമായൊരു ജനത എത്രത്തോളം അതിന് അധികാരിയാവും എന്ന സംശയം കൊണ്ടാണ് ആ വഴിക്ക് സഞ്ചരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ മെല്ലെ പറഞ്ഞ് പിൻവാങ്ങിയത്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ. പക്ഷെ രാമായണത്തിൽ അംഗീയായ ഒരു ഭാവം അങ്ങനെ ഉണ്ട്. അതാണ് രാമായണത്തിന്റെ എക്കാലത്തെയും ഭാഷ. അതാണ് രാമായണത്തെ കാലാധിപത്യമാക്കുന്നത്. അതാണ് രാമൻ സാധകന് നൽകുന്ന ആനന്ദവും. അത് യോഗികൾ, ഭക്തർ ഭക്തിയുടെ സമൂർത്ത മേഖലകളിൽ നിന്ന് അനുഭവിക്കട്ടെ. അതിന് യോഗ്യത വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളിലും രാമായണത്തിലുമെല്ലാം അതിന്റെ പൂർവപക്ഷങ്ങളിൽ ചില നല്ല ചിന്തകളുണ്ടാവും. അനുകരണീയങ്ങളായ അവയെ നമുക്ക് മെല്ലെ ഒന്ന് എത്തി നോക്കാം. രാമായണത്തിന്റെ ആധ്യാത്മികത ഉണ്ട്. രാമായണം അതിന്റെ പൂർവപക്ഷത്ത് പല തലങ്ങളിൽ ചിന്തിക്കാം. ഇത്തവണ നമുക്ക് രാമായണത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മാത്രം പോകാം. രാമായണം എന്ന പേര് തന്നെ ഒരു യാത്ര എന്ന നിലയിൽ ശ്രേഷ്ഠമാകുന്നത് രാമയുടെ അയനം എന്ന നിലയിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക രാമസ്യയനം ഇത് രാമായണം എന്നായിരിക്കും. രാമന്റെ യാത്രയാണ് രാമായണമെന്നാണ് നിങ്ങൾ വിചാരിച്ചു വശമാവുക. രാമായാഹ അയനം ഇത് രാമായണം, രാമയുടെ അയനമാണ് രാമായണം. രാമായണ കാവ്യ കാലഘട്ടത്തിൽ ഒട്ടേറെ സ്ത്രീകളെ നാം ആ കൃതിയിൽ പരിചയപ്പെടുന്നു. ദശരഥന്റെ 3 പ്രകൃഷ്ട പത്നിമാർ, പട്ടമഹിഷിമാർ, അന്തഃപുര നാരിമാർ, ജനകന്റെ 4 പുത്രിമാർ, സീത, മാണ്ഡവി, സുതകീർത്തി, ഊർമിള, തന്നുങ്കിമാർ. ഇതൊക്കെ ആ കൊട്ടാരത്തിനകത്ത് തന്നെ. ലങ്കയിലേക്ക് എത്തിയ മണ്ഡോദരി, സുലോചന മുതലായ ഒട്ടേറെ പേർ. ശിംശപാവൃക്ഷ ചുവട്ടിൽ സീത ഇരിക്കുമ്പോൾ എത്തുന്ന ത്രിജട മുതലായവർ. രാമായണ കാവ്യത്തിന്റെ 2 സങ്കേതങ്ങളിൽ പരസ്പര ദ്വന്ദ്വികളായി നിൽക്കുന്ന സീതയും ശൂർപ്പണഖയും. രാമായണത്തിൽ ഒട്ടനേകം സ്ത്രീകളുടെ ഇതിവൃത്തമുണ്ട്. അതിൽ ആദ്യവസ്ഥാനക്കാരിയായി ജനഹൃദയങ്ങളിലേക്ക് മറഞ്ഞ് ഉദയം ചെയ്ത സീത വിശുദ്ധമായൊരു ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്തവളാണ്. അതിവിശുദ്ധമായൊരു ലക്ഷ്യത്തിലൂടെ. ആധ്യാത്മികമായ അർത്ഥത്തിലല്ല. ആധ്യാത്മികമായ അർത്ഥത്തിൽ സീത തന്നെ പറഞ്ഞു താൻ സംസ്കൃതിയാണ്, മൂലപ്രകൃതിയാണ് എന്നെല്ലാം.
ദേഹരാമായണത്തിലൂടെ പഠിച്ചാൽ സീത ബ്രഹ്മവിദ്യയുമാണ്. ബ്രഹ്മജ്ഞാനികളുടെ രാമായണത്തിൽ ബ്രഹ്മദേവൻ ഉപദേശിക്കുന്ന രാമായണ സംഹിതയെ വെച്ചുകൊണ്ട് ബ്രഹ്മജ്ഞാനികളുടെ രാമായണ സങ്കല്പങ്ങളിൽ സീത ബ്രഹ്മവിദ്യയുമാണ്. രാമൻ ജീവനാണ്. ആ കഥയല്ല, അത് വേറൊരു ദിശയാണ്. ഒരുപാട് ദിശയിൽ ഇത് പറയാം. ഇത്തരുണത്തിൽ നമ്മൾ രാമായണമെന്ന ഗ്രന്ഥത്തെ എടുത്ത് അതിൽ നിലകൊള്ളുന്ന സീത എന്ന സ്ത്രീത്വത്തെ, സീത ജനകനന്ദിനിയാണ്. സ്വയംവരമൊക്കെ നിങ്ങൾക്കറിയാം, അതിലെ ചുരുക്കം നിങ്ങൾക്കറിയാം. സീതയെ വേട്ടുകൊണ്ടുവന്നിട്ട് ജനകന്റെ രാജധാനിയിലെ സമസ്ത സൗഭാഗ്യങ്ങളും അനുഭവിച്ച സീത അയോധ്യയിൽ ആരണ്യത്തിൽ, ചിത്രകൂടത്തിൽ, ദണ്ഡകാരണ്യത്തിൽ, ലങ്കയിൽ, ദണ്ഡകാരണ്യത്തിൽ എന്ന് പറയുമ്പോൾ ഒട്ടേറെ ആശ്രമങ്ങളിൽ, വനാന്തരങ്ങളിൽ ലോകകണ്ടകനായ രാവണന്റെ സർവൈശ്വര്യവിഭൂഷിതമായ ലങ്കയിൽ ഏതൊരു ഇംഗിതത്തിന് രാവണൻ സീതയെ കൊണ്ടുപോയോ ആ ഇംഗിതങ്ങളുടെ അകപ്പൊരുളുകളൊക്കെ അറിഞ്ഞിട്ടും ശിംശപാവൃക്ഷച്ചുവട്ടിൽ രാമരാമേതി ജപിച്ചു കഴിയുന്ന സീത, രാവണവധം കഴിഞ്ഞ് സീതയോടൊപ്പം തിരിച്ചു വരുമ്പോൾ, യാത്രയിൽ വനത്തിലേക്ക് പോകുമ്പോൾ കയറിയ ഭരദ്വാജാശ്രമത്തിൽ തന്നെ വീണ്ടും തിരിച്ചു കയറി. ജീവിതത്തിന്റെ പാതി കടന്നുപോകുന്ന യൗവനത്തിന്റെ പകുതിക്കപ്പുറം കടന്നുപോകുന്ന ആ തരുണി അയോധ്യയിൽ തിരിച്ചെത്തി പൂർണ്ണഗർഭിണിയായിരിക്കെ വീണ്ടും വനത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ മാനവചേതന രാമായണത്തെ അതിന്റെ പൂർവപക്ഷത്തിൽ വെച്ച് സീതാഹൃദയത്തിലൂടൊരു യാത്ര നടത്തുമെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ ആരായിരിക്കണം എനിക്ക് അമ്മയാകാനെന്നൊരു കുഞ്ഞ്, ആരായിരിക്കണം എനിക്ക് ഭാര്യയായിത്തീരാനെന്ന് ഒരു ഭർത്താവ്, ആരായിരിക്കണം എന്റെ സഹോദരിയാകാനെന്ന് ഒരു സഹോദരൻ, എങ്ങനെ വേണം എനിക്കൊരു മകൾ പിറക്കാനെന്ന് ഒരച്ഛൻ, ലൗകിക ക്ലാന്തി വെടിഞ്ഞ് ശാന്തിയാണ് തേടുന്നതെങ്കിൽ അത് സീതയായിരിക്കണമെന്ന് പറയുമോ?